ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചൂണ്ടക്കാരൻ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കിരൺ, തൃശ്ശൂർ ഇരിങ്ങാലക്കുടയാണ് സ്ഥലം. അപ്പോൾ വീഡിയോയിലേക്ക് മാറ്റി മുന്നേ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മളപ്പോൾ ചൂണ്ടിടാൻ പോണ ഒരു വീഡിയോയിലോട്ടാണ് ഇടാൻ പോണത്. അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ടായിട്ട് നമ്മൾ ചൂണ്ടണോടത്ത് നമ്മൾ ചൂണ്ടണ പുഴയിൽ അതിനെ നിക്ഷേപിക്കാനായിട്ട് പോവുക. അതായത് ഇപ്പോൾ മത്സ്യസമ്പത്തൊക്കെ വളരെ കുറവായ ഒരു ഇതായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടിയിരുന്നതാണ് നമ്മൾ ചൂണ്ടണ പുഴയിലൊക്കെ. ഈ പ്രാവശ്യം വളരെ കുറവായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആ മീനൊന്നും വലിയ കാര്യമായിട്ടില്ല. നമ്മൾ വല്ലത് ഇട്ടാലല്ലേ നമുക്ക് വല്ലതൊക്കെ പിടിക്കാനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മണ്ണുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മീനിൻ്റെ ഒരു ഫാമുണ്ട്. അവിടെ പോയിട്ടാണ് നമ്മൾ ഈ മീനൊക്കെ മേടിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ആദ്യമായി ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ മീനൊക്കെ മേടിച്ചുകൊണ്ട് തരാറുണ്ട്. അത്യാവശ്യം പൈസ കിട്ടി കഴിയുമ്പോഴേ നമ്മളത് വീഡിയോയിലൊന്നും കാണിക്കാറില്ല. വീഡിയോയിൽ നമ്മൾ ഇപ്പോഴല്ലേ എടുത്തു തുടങ്ങിയിട്ടുള്ളൂ. അത് ഈ പ്രാവശ്യം ചെയ്യുമ്പോൾ കാണിക്കാമെന്ന് വെച്ചു. അതിപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ ദിവസം തന്നെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഈ മീനിടണതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ തന്നെ ആയിട്ടല്ല കേട്ടോ ഇടുന്നത്. ഇത് വേറൊരു ആൾക്കാർക്കും കൂടി ഇത് ഉപകാരമാകും. ഇത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുഴയിലെ മത്സ്യസമ്പത്ത് വളരെ കുറവാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. മീനൊക്കെ ആൾക്കാരിപ്പോൾ ഇഷ്ടംപോലെ ചൂണ്ടൽക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അത് കാരണം നമ്മൾ ചൂണ്ടാൻ പോകുന്നതാണ്. എന്നാലും എല്ലാവരും ഇങ്ങനെ പൈസയൊക്കെ അത്യാവശ്യം കുറച്ച് പൈസ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും പിടിക്കാനുണ്ടാവും, എല്ലാവർക്കും ഇതുപോലെ മീനൊക്കെ പിടിക്കാനുണ്ടാവും പുഴയിലൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിഷ് ഫാമിലേക്ക് ഒന്ന് പോവാട്ടാ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല. ഈ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന കാരണം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ലേ. നമ്മളൊന്ന് പോയി നോക്കി നോക്കാം. പറ്റുകയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, മീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പോവാം, അവിടെ നിന്നിട്ട് കാണാം. മാസ്ക് മസ്റ്റ്, ഹെൽമെറ്റൊക്കെ. ഇയാളെ പുഴയിൽ കൊണ്ടുവിടാനുള്ള അപ്പോൾ നമ്മൾ മീനൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. നമുക്ക് അവിടെ നിന്ന് വലിയ കാര്യമായിട്ട് കാണിക്കാനുള്ള മീനൊന്നും ഉണ്ടായില്ല. അവിടെ അവർ ജൂൺ മാസങ്ങളിലാണ് അവിടെ മറ്റേ കാർപ്പൈറ്റങ്ങളൊക്കെ വരാം. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് മറ്റേ വാളേന്, ആസം വാള. ആ സാധനമാണ് അവിടെ ഉണ്ടായിരുന്നത് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ ആസം വാള മേടിച്ചു. പിന്നെ പിലോപ്പിനായിരുന്നു.
ഫിലോപ്പി അവിടെ പാത്രത്തിൽ 2-3 ചത്തൊക്കെ എടുക്കണുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഇത് പോയി, അത് കാരണം ഫിലോപ്പി അടിക്കാൻ തോന്നിയില്ല. അപ്പോൾ ആ സമ്മളങ്ങ അടിച്ചു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇപ്പോൾ നമുക്ക് കട്ട്ല ഇതൊക്കെ കിട്ടിയിരുന്നത്. അത് കാരണം വലിയ കാര്യമായിട്ട് അവിടെ വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായില്ലേ, ഈ വാള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം അതിൻ്റെ വീഡിയോ മാത്രം ചെറിയ രീതിയിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ ഈ വാളക്കുഞ്ഞിന് ഒരെണ്ണത്തിന് വരുന്നത് 80 കേട്ടോ. നമ്മളൊരു 100 മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 100 അതിനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് കാരണം അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ഈ വീഡിയോയുടെ താഴത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേ നമ്മളിത് മരം ഇപ്പോൾ നമുക്ക് പുഴയിൽ കൊണ്ടിടാം കേട്ടോ. അപ്പോൾ രാത്രിയാവും നമ്മൾ ഇതിനെ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ. ഇപ്പോൾ തന്നെ സമയം ഒരു 6 മണിയായി. ഇനിയിപ്പോൾ വീടെത്തി വരുമ്പോഴേക്കും സമയമാവും ഒരു 9 മണിയാകുമ്പോഴേക്കും നമ്മൾ വീഡിയോ ഒന്നും തന്നെ ഇടേണ്ട കാരണേ നമ്മളപ്പോൾ ഇതിന് അവിടെ കൊണ്ട് രാത്രിയായാലും നമ്മൾ ഉള്ള രീതിയിലൊക്കെ വീഡിയോ എടുത്ത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മൾ മീനൊക്കെ ആയിട്ട് നമ്മൾ പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിത് ഇവിടെ എത്തിയപ്പോഴേക്കും നോക്കിയാൽ വെള്ളമൊക്കെ ഉമ്മർക്ക് ആകെ കലക്കി നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ. ഇപ്പോൾ ക്ലിയർ ഉണ്ടോയെന്നൊക്കെ അറിയില്ല വീഡിയോയ്ക്ക്. നമ്മളിപ്പോൾ രാത്രി ആയിരുന്നു നമുക്ക് ഇന്ന് തന്നെ വീഡിയോ ഇടേണ്ട പ്രശ്നം കാരണം നമ്മളിത് മീനെ കിട്ടുന്നത് കാണിച്ചു തരാം. രാത്രി ആയിരുന്നു ക്ലിയർ ആയിട്ട് കിട്ടുമെന്നറിയില്ല. വെള്ളമൊക്കെ കലങ്ങി എടുക്കണം. നമുക്കിത് മരം വിടാട്ടാ. അവിടെ ഇറക്കിച്ച് കാട്ടി കൊടുക്കണം. മരി കൂട്ടായിട്ട് പോകുള്ളൂ. അതോടാ തലവെച്ചിട്ടില്ലേ തലയോടെ എടുക്കുക. ആ പോണ് ഓടെ മക്കളെ പോയിട്ട് വലുതായിട്ട് വാടാ. എന്താ പോയിട്ട് വലുതായിട്ട് വാ. ഞാൻ പോയിട്ട് വാ ഇവിടെ നിന്ന് കറങ്ങാം. കുറച്ച് കഴിയുമ്പോൾ വേണം പൊന്തി കൂട്ടായിട്ട് വരണത്. വേണ്ട കൂട്ടായിട്ട് തന്നെ പോകണം. അപ്പോൾ അതേ നമ്മുടെ മീൻകൂട്ടന്മാരൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. അവന്മാരൊക്കെ ഇതേ നല്ല ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവന്മാർ ഇനി നാളെ കാലത്ത് അങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മണ്ടയിൽ എവിടെ നിന്നൊക്കെ നിൽക്കണം കാണാൻ പറ്റും. ചില കൂട്ടായിട്ട് നടക്കുന്ന മീനായി കാരണം അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ മീനെ റിലീസ് ചെയ്യുന്ന വീഡിയോ നമ്മൾ നിർത്താൻ പോകണ്ട. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാവരും പഴയൊരു ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചെത്തിട്ടെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നമ്മുടെ വീഡിയോ നിർത്താൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.